കഴിഞ്ഞ 200 വർഷങ്ങൾക്കിടെ ഒരുപാട് കപ്പലുകൾ, പ്ലെയിനുകൾ, മനുഷ്യർ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ നിഗൂഢതകൾ നിറഞ്ഞ ചെകുത്താന്റെ ട്രയാങ്കിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രലോകത്തെ ഇരുട്ടിലാഴ്ത്തിയ ബർമുഡ ട്രയാങ്കിൾ. മയാമി, ബർമുഡ, പോർട്ടറിക്കോ എന്നീ 3 സ്ഥലങ്ങളുടെ ഇടയിലുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള സമുദ്ര റീജിയനാണ് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിളിലെ നിഗൂഢതകളെ പറ്റിയുള്ള ആദ്യ റെക്കോർഡ്സ് കാണാൻ സാധിക്കുന്നത് ക്രിസ്റ്റഫർ കൊളംബസിന്റെ ജേർണലിലാണ്. 1492 ഏഷ്യയിലേക്ക് യാത്ര ആരംഭിച്ച കൊളംബസ് വഴിതെറ്റി ഈ ട്രയാങ്കിളിൽ സഞ്ചരിക്കുകയുണ്ടായി. ആ യാത്രയിൽ ആ റീജിയനിൽ വെച്ച് തൻ്റെ കോമ്പസ് അസാധാരണമായി അനങ്ങുന്നുണ്ടെന്നും കൊളംബസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്നും കടലിൽ അസാധാരണമായ വലിയ തിരകൾ ഉണ്ടായിരുന്നുവെന്നും ഒരു മെഴുകുതിരി വെളിച്ചം പോലെ ദൂരെ ഒരു ലൈറ്റ് കാണപ്പെട്ടുവെന്നും കൊളംബസിൻ്റെ ജേർണലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 1881 ലിവർപൂളിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോയൊരു പാസഞ്ചർ ഷിപ്പ് ബർമുഡ ട്രയാങ്കിൾ റീജിയനിൽ ആളില്ലാത്ത ഒരു ഗോസ്റ്റ് ഷിപ്പ് കണ്ടതായി റിപ്പോർട്ടുകൾ ഉണ്ട്. എന്നാൽ ബർമുഡ ട്രയാങ്കിളിലെ ഈ അസാധാരണ സംഭവങ്ങൾ ലോക ശ്രദ്ധയിൽപ്പെട്ടത് 1918 ബാൽട്ടിമോർ മേരിലാൻഡിലേക്ക് പോയ US നേവിയുടെ USS സൈക്ലോപ്സ് എന്ന ഷിപ്പ് ബർമുഡ ട്രയാങ്കിൾ റീജിയനിൽ വെച്ച് തികച്ചും അപ്രത്യക്ഷമായപ്പോഴാണ്. ആ ഷിപ്പ് ബാൾട്ടമോറിലേക്ക് എത്തിയില്ല എന്നത് മാത്രമല്ല, അതിൻ്റെ ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ US നേവിക്ക് സാധിച്ചില്ല. SOS സിഗ്നൽ ടെക്നോളജി ഉള്ള ഒരു ഷിപ്പായിട്ട് പോലും അതിൻ്റെ സിഗ്നൽസ് അവർക്ക് ലഭിച്ചില്ല എന്നതും മറ്റൊരു അസാധാരണമായ കാരണമാണ്. സാധാരണയായ ഒരു കപ്പൽ മുങ്ങിയാൽ അതിലെ വുഡൻ ബാരലോ വുഡൻ പീസോ ആ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ USS സൈക്ലോപ്സിൻ്റെ കാര്യത്തിൽ ഒരു പൊടി പോലും അവർക്ക് കണ്ടെത്താനായില്ല എന്നത് US നേവിയുടെ ചരിത്രത്തിൽ തന്നെ നിഗൂഢത നിറഞ്ഞ ഒരു സംഭവമാണ്. തുടർന്ന് ഒരുപാട് കപ്പലുകൾ ഈ റീജിയനിൽ കാണാതായെങ്കിലും ബർമുഡ ട്രയാങ്കിളിനെ പറ്റി കൂടുതൽ ആളുകൾ അറിയുന്നതും ക്യൂരിയോസിറ്റി ഉണർത്തിയതും 1945 ഒരു കൂട്ടം US ബോംബർ എയ്റോപ്ലെയിൻസ് ഈ റീജിയനിൽ നിന്നും കാണാതായപ്പോഴാണ്. ബഹാമസ് ഐലൻഡ് റീജിയനിൽ ട്രെയിനിങ് എക്സസൈസ് നടത്തിക്കൊണ്ടിരുന്ന 5 ബോംബർ എയ്റോപ്ലെയിൻ തിരിച്ച് ബേസിലേക്ക് വരുന്നതിനിടയിൽ അപ്രത്യക്ഷമായി. റേഡിയോ സിഗ്നൽ കട്ടാവുന്നതിന് മുമ്പ് ടീം ലീഡ് ചെയ്ത ലൂട്ടനന്റ് ടൈലർ കോമ്പസ് മാൽഫങ്ഷൻ ആയെന്നും നീഡിൽ അസാധാരണമായി കറങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തായിരുന്നു. തുടർന്ന് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഒരു തെളിവ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല, കാണാതായ ബോംബറിനെ തേടിപ്പോയ ഒരു PBM മറൈൻ സീപ്ലെയിനും അതിലെ 13 ക്രൂ മെമ്പേഴ്സും സിമിലർ സാഹചര്യത്തിൽ കാണാതെയായി. തുടർന്ന് ഒരുപാട് കപ്പലുകളും വിമാനങ്ങളും ഈ ബർമുഡ റീജിയനിൽ വെച്ച് കാണാതെയായി, ഏകദേശം 70ഓളം. ഇത്രയും കപ്പലുകളും വിമാനങ്ങളും അപ്രത്യക്ഷമായിട്ടും എന്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ സീ റൂട്ട് അവരിപ്പോഴും ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത്രയും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ലോകത്തിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോഡി അല്ല ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ട്രയാങ്കിൾ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യപ്പെടുന്ന ഒരു കപ്പൽപാതയാണ്. എന്നാൽ ഇതിലും അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള കപ്പൽപാതകൾ വേറെയുമുണ്ട്. അവയിൽ നിന്നും ബർമുഡ ട്രയാങ്കിൾ വ്യത്യസ്തമാവുന്നത് കാണാതായ കപ്പലുകളുടെ അവശിഷ്ടങ്ങളോ ഒന്നും ഇതുവരെ ലഭിക്കാത്തതാണ്. എന്തുകൊണ്ടാണ് ഈ റീജിയനിൽ ഒരു പൊടി പോലും ബാക്കി വയ്ക്കാതെ കപ്പലുകളും പ്ലെയിനുകളും കാണാതാകുന്നു എന്നതിനെപ്പറ്റി പലരും പല എക്സ്പ്ലനേഷൻസും തിയറീസും കൊണ്ടുവന്നു. അതിൽ ഏലിയൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കാം, ലോക്ക് സിറ്റി ഓഫ് അറ്റ്ലാന്റിസ് അവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു വേം ഹോൾ ഉണ്ടാകാം എന്ന് തുടങ്ങി ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഉണ്ടെങ്കിലും ഒന്നും ഉത്തരമായില്ല. സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ ചില പഠനങ്ങൾ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലുള്ള വേരിയേഷൻ ആകാം നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ആകുന്നതിനുള്ള കാരണം. അല്ലെങ്കിൽ ആ റീജിയനിലുള്ള മെത്തേൻ ഗ്യാസ് ഇറപ്ഷൻ കൊണ്ടാവാം കപ്പലുകൾ മുന്നറിയിപ്പില്ലാതെ വേഗം അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്നത്. അതുമല്ലെങ്കിൽ അവിടുത്തെ എക്സ്ട്രീം വെതർ കൊണ്ടുണ്ടാകുന്ന വലിയ തിരമാലകളാകാം കാരണം. ഇതിനെപ്പറ്റി ഒരുപാട് തിയറികളും പഠനങ്ങളും ഉണ്ടെങ്കിലും ശക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാണാതായവർ എവിടെ പോയെന്നോ എന്തു പറ്റിയെന്നോ ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. ആഫ്റ്റർ ഓൾ, ഭൂമി അടക്കി വാഴുന്ന മനുഷ്യർക്ക് ഇപ്പോഴും കടലിനടിയിൽ എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടില്ല.